കണ്ണൂർ യാത്രയിൽ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള തെയ്യത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമ്മൾ ഇന്ന് തെയ്യം കാണാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള എടശ്ശേരി ശ്രീ കൊമ്പ്രക്കാവിലാണ്. അപ്പൊ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള വയനാട്ട് കുലവൻ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കണ്ണൂരിലേക്ക് തെയ്യം കാണാൻ വരുന്നവരാണെങ്കിൽ അതിനു മുൻപായിട്ട് തെയ്യത്തിന്റെ അപ്കമിങ് ഡേറ്റ്സുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കോലത്ത് നാട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെയ്യത്തിന്റെ അപ്കമിങ് ഡേറ്റ്സുകളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജസുകളുണ്ട്. അപ്പോൾ എനിക്ക് തെയ്യത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തന്നത് എൻ്റെ മൊറാഴ എന്ന് പറയുന്ന ഒരു പേജാണ്. അവര് നമുക്ക് ഫെബ്രുവരിയിലെ ഫുൾ തെയ്യത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തെയ്യം എന്നത് ഒരു ആചാരം എന്നതിനപ്പുറം ഒരു നാടിന്റെ ഐക്യവും കൂട്ടായ്മയും എല്ലാം എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലിയൂർ കണ്ണൻ എന്ന് പറയുന്ന തെയ്യത്തിന്റെ വെള്ളാട്ടമാണ്. അപ്പോൾ നാട്ടുകാരായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് സൗഹൃദത്തിലെ ഉള്ളൊരു തെയ്യത്തിന്റെ രൂപമാണിത്. അപ്പോൾ ഈ ഒരു പുലിയൂർ കണ്ണൻ എന്ന് പറയുന്നത് ഒരു പുലിയുടെ അവതാരമായിട്ടാണ് കാണുന്നത്. ശിവപാർവതിക്ക് ജനിച്ച ഒരു പുലിയുടെ രൂപമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത് കൂടാതെ വയനാട്ട് കുലവൻ എന്ന് പറയുന്ന മെയിൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും ഉണ്ട്. അപ്പോൾ ഈ ഒരു തെയ്യം നടക്കുന്നത് വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 5 മണിയൊക്കെ വരെയാണ് കേട്ടോ. അപ്പോൾ ഓരോ തെയ്യങ്ങളുടെ വെള്ളാട്ടവും ഇത്രയും സമയമെടുത്താണ് ഇവിടെ നടക്കുന്നത്. വയനാട്ട് കുലവൻ തെയ്യത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്: തോറ്റം, വെള്ളാട്ടം, തെയ്യം. അപ്പോൾ ഈ ഒരു തെയ്യത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നത് വെളുപ്പിന് 5 മണിക്കാണ്. അപ്പോൾ അതിന് മുൻപായിട്ടാണ് വെള്ളാട്ടം എന്ന് പറയുന്നത്. വെള്ളാട്ടവും തെയ്യത്തിന്റെ ചെറിയൊരു വേർഷൻ തന്നെയാണ്, പക്ഷെ അത്രയധികം ചമയങ്ങൾ ഉണ്ടാവില്ല.